നമുക്ക് പൂന്തോപ്പ് ആദ്യ കുർബാന ഉണ്ടായിരുന്നേ, ആൻറ്റിയുടെ കൊച്ചിൻ്റെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനും ഇച്ചുക്കുട്ടനും ആദൂട്ടനും കൂടെയാണ് ആദ്യം പോയത്. എൻ്റെ അമ്മയുടെയൊക്കെ കൂടെയാണ് പോകുന്നത്. ജിജച്ചേട്ടൻ പുറകെ വന്നേക്കാമെന്ന് പറഞ്ഞ്. ജിജച്ചേട്ടന് കുറച്ച് സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ CMA സ്കൂളിൻ്റെ അവിടെ എല്ലാവരും കൂടെ മീറ്റ് ചെയ്ത് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഓട്ടോ വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്ത് അപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തേക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും കൂടെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോ വന്ന് ഓട്ടോയിൽ നമ്മൾ കയറി. പൂന്തോപ്പാണ് പരിപാടി നടക്കുന്നത്. ഇത് പൂന്തോപ്പ് പള്ളിയാണ്. ഇവിടെ വെച്ചിട്ടാണ് കൊച്ചിൻ്റെ ആദ്യ കുർബാന. അങ്ങനെ പിന്നെ പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് ആദൂട്ടം ബഹളമായപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി. അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത്. ആദൂട്ടിന് ഇപ്പം ഇത്ര ആയതുകൊണ്ട് ഇച്ചിരി അലമ്പാണ് ആൾ. ആരുടെയും കയ്യിലൊന്നും അധികം പോകത്തില്ല, എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ. ഇത് നമ്മുടെ ഫാമിലിയിലെ ആങ്കറാണ് കേട്ടോ. കൊച്ചടിപൊളിയായിട്ട് ആങ്കർ ചെയ്യും. പിന്നെ കസിൻസ് എല്ലാവരും തമ്മിൽ കണ്ട് എല്ലാവരും തമ്മിൽ വർത്തമാനം പറഞ്ഞ് അങ്ങനെ നിന്ന് വല്ലപ്പോഴും കൂടെയാണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് കാണുന്നത്. ഇതാണ് നമ്മുടെ ആദ്യ കുർബാന കൊച്ചേ. ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടുത്തവും ഇതൊക്കെ ആയിരുന്നു എല്ലാവരും തമ്മിൽ കണ്ടപ്പോഴത്തേക്ക്. വല്ലപ്പോഴും കാണുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച്. അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാ കസിൻസും ജോയിൻ്റായി ഓഡിറ്റോറിയത്തിലോട്ട് നമ്മളൊരു ബസ്സിലാണ് കേട്ടോ. അപ്പോൾ അവർ ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10 മിനിറ്റത്തെ യാത്ര ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലോട്ട്. പിന്നെ എല്ലാവർക്കും ചെല്ലാൻ അത് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ അവരൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ജലി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് ചെന്നപ്പോഴത്തേക്ക് പ്രിയയും ജെയ്സും ജുനു ആൻറ്റി എല്ലാവരും ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും കൂടെ കണ്ട് വർത്താനം പറഞ്ഞ് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് പോയി. പിന്നെ അവിടെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ കോട്ടൺ ക്യാൻഡി കഴിച്ചു കേട്ടോ. പിള്ളേർ കൊണ്ടുവരുന്ന കണ്ടിട്ട് നമുക്കൊരു രസം തോന്നി. ഒരു കോട്ടൺ ക്യാൻഡി എടുത്ത് എല്ലാവരും കൊണ്ട് ഷെയർ ചെയ്ത് കഴിച്ച്. നോക്കിയപ്പോഴത്തേക്ക് ആദൂട്ടിന് ജുനുവാൻ്റെ കാര്യമായിട്ട് ഐസ്ക്രീം കൊടുക്കുന്നു. മെയിൻ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ബിരിയാണി കഴിച്ചതിനേക്കാളും കൂടുതൽ ഡെസേർട്ടൊക്കെ ആയിരുന്നു കഴിക്കുന്നത്. ഞാനും കുറേ ഡെസേർട്ടൊക്കെ കഴിച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പ്രസാദങ്ങളുടെ പാട്ടും പിള്ളേരുടെ ഡാൻസും അങ്ങനെ എല്ലാം കൂടെ ഒരു ഓളം തന്നെയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴല്ലേ കൂടത്തുള്ളൂ. അപ്പോൾ രസം തന്നെയാണ്. അങ്ങനെ പിന്നെ കുറേ നേരം പിള്ളേരുടെ ഇതൊക്കെ കണ്ട് അങ്ങനെ നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബസ്സിനതിരിച്ച് വീട്ടിലോട്ട് പോയത്. ബസ്സിന് പുന്നപ്രചന്ത ഒന്ന് ഇറങ്ങി വെച്ചും അവിടുന്ന് നമ്മൾ പടിഞ്ഞോട്ട് നടക്കുക ചെയ്തത്. അങ്ങനെ ഓരോ റൂമറൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന്. ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നതൊക്കെ രസമാണല്ലോ എല്ലാവരും കൂടെ. അങ്ങനെ പിന്നെ നമ്മൾ പയ്യെ നടന്ന് വീട്ടിലെത്തി. ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. താങ്ക് യു.